എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈ അടുപ്പിന് ഒരു മേൽക്കൂരയൊക്കെ കെട്ടാൻ വേണ്ടി ഞങ്ങൾ കുറെ കമ്പൊക്കെ വെട്ടിക്കൊണ്ടിട്ടിട്ടുണ്ട്. അത് എന്തുവാ രണ്ട് ദിവസത്തിനകം ഇത് മേൽക്കൂരയൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി കച്ചിയും പിന്നെ ഒരു ഇങ്ങനെ കൂര പോലെ കെട്ടാൻ വേണ്ടിയാണ് കമ്പൊക്കെ വെട്ടിക്കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ ചെറിയൊരു പാചകവും ഉണ്ട്, അതും കാണാം. ഇന്നത്തെ നമ്മുടെ ജോലി ഇതൊക്കെ ആയിരുന്നു. ഇന്നത്തെ ജോലിയായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ടതും ഇല്ലേ. പിന്നെ പൊന്നപ്പൻ എന്താ പറയുന്നത് ഇന്നത്തെ വിശേഷം? പനിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പനിയൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല. നമ്മക്ക് വെട്ടിക്കൊണ്ടിട്ട് ഞാനും പോയി സഹായിച്ചു, ഭയങ്കര സഹായമായിരുന്നു. കുഞ്ഞ് 2 കമ്പ് ഇങ്ങോട്ട് ഇറക്കിയിട്ടതാ. ഭയങ്കര സഹായം. കൂര കെട്ടാനായിട്ട് ചുമ്മാതാ, കുഞ്ഞും വന്ന് പറക്കിയൊക്കെ തന്നായിരുന്നു. ഞാൻ ചുമ്മാ നമ്മുടെ അടുക്കളയുടെ കൂരയൊക്കെ കെട്ടണം ഇല്ലേ. കച്ചി വെച്ചിട്ട് മേക്കൂര മേയണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. കച്ചി വെച്ചിട്ട് പഴയ ആ ഒരു ഇതില് മഴയ്ക്കുമ്പോ നടന്നാ മതിയായിരുന്നു. മഴക്കോളൊക്കെ ഉണ്ട്, ഇടയ്ക്കൊന്ന് പെയ്തായിരുന്നു. ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങള് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ സുഹൃത്തുക്കളെ, ഇല്ലേ. അപ്പം ഇനിയിപ്പോ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ചെറിയൊരു പാചകം. എന്താണ്? ഒരു മുട്ട പൊരിക്കാൻ വേണ്ടി പൊരിക്കണം. പിന്നെ ഒരു എണ്ണ എന്ത് പറ്റിയത്? അത് എന്റെ ദേഹത്തൊക്കെ ഒരു കറുത്ത് പാട് പോലൊക്കെ. അപ്പൊ ഹോമിയോയിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ പച്ചമഞ്ഞളും വേപ്പിലയും കൂടെ അരച്ച എണ്ണക്കകത്ത് കാച്ചി കുളിക്കുന്നതിന് മുമ്പ് ദേഹത്തെല്ലാം തേക്കണം പറഞ്ഞു. അപ്പം അത് ഓമനയമ്മയാണ് അത് ചെയ്യുന്നത്. പൊന്നപ്പൻ എന്നൊരു മുട്ട പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ ഇലയൊക്കെ അടുത്ത് തന്നെ വാഴയിലൊക്കെ ഇപ്പോണ്ട്. ചിരി എടുക്കുക. കുറച്ചൊന്ന് മാറ്റാം. ഈ അടുപ്പില് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ? ഇത്ര മതിയല്ലോ, ധാരാളം. പച്ചമുളക് നല്ല എരിയുണ്ടോ? അതൊന്നും പൊന്നപ്പന് പ്രശ്നമല്ലല്ലേ. മുട്ട നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുക, നമ്മുടെ നാടൻ രീതി. ശകലം കുരുമുളക് പൊടി, പൊന്നപ്പനെണ്ണോ ഒരു കുരുമുളക് പൊടി, ശകലം ഉപ്പുനീരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉപ്പുനീര് ഉപയോഗിക്കുന്നത്. മതിയോ? ഇച്ചിരി വേണോ? ഇപ്പൊ സവാള മുട്ടയാവോ? സവാള കൂടി പോയ ഒരു മുട്ടയും വേറെ ഇച്ചിരി പൊടി. ഇന്നലെ നമ്മളെ എവിടെ നിന്നപ്പോഴായിരുന്നു? ചാരുമൂട്ടിലല്ലേ, പാറയിൽ നിന്ന് മീൻ മേടിച്ചോണ്ട് നിന്നപ്പോഴേ കടന്നൊരു സൗണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്താ അപ്പുറത്തെ ആ ഹോട്ടലില് ഓംപ്ലേറ്റ് അടിക്കുന്ന സൗണ്ട്. ചെണ്ടയൊക്കെയാണോ? ഞാനും കേട്ടോ ഒരു സൗണ്ട് അല്ലേ ഗ്ലാസ്സിനകത്തിട്ട്. മറ്റേ തീ കത്തിക്കണ്ട, ഞാൻ തീപ്പെട്ടി. ശരിക്കും പറഞ്ഞ കൂര ഇല്ലാത്തതാണ് സ്വാതന്ത്ര്യം. എന്നാലും മഴ തളിച്ച അടുപ്പ് കൂടായുണ്ട് ഇല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
വെച്ചോളൂ വെച്ചോളൂ. ഒരു ദിവസം വന്നപ്പനേ മുട്ടയാണ് എന്തോ പൊരിച്ചപ്പോഴ എണ്ണ തെറിച്ച് ഇവിടെല്ലാം വീണു. ചെള്ളക്കും തെറ്റിക്കുമല്ല. എന്റെ ഒരു കറുത്ത പാട് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് പൊന്നൂസിന് പേടിയാ ഇങ്ങനെ ഒരിക്കാൻ ഉണ്ട്. അത് മാറിയില്ല. പൊന്നൂന് പേടിയാ കേട്ടോ. എണ്ണ വെച്ചിട്ട് ഒരു മൈൽ ദൂരെ എണ്ണ എടുത്ത് എറിയോ. ഒരു ദിവസം ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയതാ കേട്ടോ. ഇങ്ങനെ മറ്റേ മുട്ട ചുമ്മാ പൊടിച്ചൊഴിക്കത്തില്ലേ, ആണ് ഉണ്ടാക്കിയതാ കേട്ടോ. അയ്യോ ഒഴിച്ചതുമല്ല, ഒരു സൗണ്ട് അകലെ നിന്നാ ഞാൻ ശരിക്കും പറഞ്ഞ ഈ മുട്ടയിലോട്ട് അപ്പോഴത്തേക്ക് മുട്ട പൊരിക്കുന്ന കാണുമ്പോ പണ്ട് സ്കൂളിൽ ഓർമ്മ വരുന്നുണ്ടേ. സ്കൂളിൽ പോകുമ്പോ മിക്കവാറും മുട്ട പൊരിച്ചതും പിന്നെ ചമ്മന്തിയും പിന്നെ ഒരു മറ്റേ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയത് ഏലക്കകത്ത്. ഓ എന്തോ രുചിയാന്ന്. പൊതിയായിരിക്കുമ്പോ വെള്ളം വേണം അല്ലേ. അത് ഈ മുട്ട ഇങ്ങനെ പൊരിയുമ്പോ നമുക്കത് ഓർമ്മ വരുക. പൊന്നപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം. നേരത്തെ താറാവിന്റെ മുട്ടയൊക്കെ പുഴുങ്ങി അങ്ങോട്ട് കൊടുക്കാൻ പൊന്നൂന് വേണ്ടാന്ന്. മുട്ട പിരിച്ചിടാൻ പോവുകയാണ്. മുട്ട പിരിച്ചിട്ടു. ഈ മുട്ട പന്നലായി പോകുന്നത് അതിന് പറയത്തില്ലേ. അയ്യോ നമുക്കതൊരു പേടിയല്ലേ. ഇങ്ങനെ വൃത്തിയായിട്ട് എടുക്കണം അല്ലയോ. അതെ പൊട്ടി ഇങ്ങനെ പന്നലായിട്ട് പോകും. എന്ന് വെച്ചാ പന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോവാതെ. എനിക്കും പേടിയായിരുന്നു. ഞാനും ഉണ്ടാക്കാറുണ്ട്. ഞാനുണ്ടേലേ ഇപ്പൊ മുട്ട അങ്ങോട്ട് പൊരിച്ചിട്ട് തീയും കൂടി മുട്ടയുടെ കഴിഞ്ഞാൽ പോകും. മുട്ട മുഴപ്പനത്തിന് വേണ്ടി പൊരിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ. സൂപ്പറാ, അടിപൊളി. തട്ടുകടയില് ഇങ്ങനല്ല ചെയ്യുന്നത്. ഉള്ളിയൊക്കെ കുറച്ച് സവാള കുഴപ്പമില്ല. നല്ല രുചി. നല്ല രുചിയുണ്ട് അല്ലേ. സവാള ഇല്ലേ ഇങ്ങനെ കടിക്കത്തില്ലേ. നല്ല ചൂടാ. എണ്ണ കാച്ചാനുള്ള തീർന്നവനപ്പാ. നീ എണ്ണ കാച്ചുവാണേ. ഉള്ളിയൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. അത്രയും കുഴപ്പമില്ല. കുറച്ച് പോരാ, ഒത്തിരി വേണ്ടായിരുന്നു. കുറച്ച് മതി. മതി. ഈ വേപ്പിലയും പച്ചമഞ്ഞളൂടെ അരച്ച് ചെയ്തു വെളിച്ചെണ്ണക്കകത്ത് ഇട്ടമ്മേ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. മതിയായിരിക്കും കുളിക്കാൻ നേരം ദേഹത്ത് തേച്ചിട്ട്. അതിന്റെ എണ്ണ തേക്കാനാ? കുളിക്കുന്നതിന് മുമ്പ് തേക്കണം. ഇത് ആറി കഴിഞ്ഞിട്ട് ചൂട് തേക്കണം അല്ലേ. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി. അപ്പം ഇനി എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഇനി അടുത്തത് കൂരമണി തന്നെയാണ്. ഇന്നില്ല, നാളെ ഉള്ളു. നാളെ ചിലപ്പം തുടങ്ങും. അതിന്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ബൈ. എല്ലാവർക്കും ടാറ്റാ ബൈ.